ഹായ് ഹലോ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ മാവിലുണ്ടായ മാങ്ങയാണ്. 2-3 ദിവസം അടുപ്പിച്ചുള്ള മഴ കാരണം വീണ മാങ്ങയിലൊക്കെ പുഴുവിനെ കണ്ടു തുടങ്ങി. അത് കാരണം ഞാനും അച്ഛനും കൂടിയും പോയി ഒരുവിധം മൂപ്പെത്തിയ മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മാവിൽ വെച്ചാൽ ശരിയാവില്ല, പുഴു മൊത്തം തിന്നു തീർക്കും. അതുകൊണ്ട് പുഴു ഇല്ലാതെ എങ്ങനെ നമുക്ക് മാങ്ങ പഴുപ്പിക്കാൻ വയ്ക്കാം, അതാണ് ഈ പ്രോസസ്സ്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. ഞാനും ഇങ്ങനെ യൂട്യൂബും ഇതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്തത്. രാത്രി ആണെങ്കിലുണ്ടല്ലോ, ഒടുക്കത്തെ ചൂടാണ്, ഒരു രക്ഷയില്ല. ഈ പ്രോസസ്സ് വലിയ പാടുള്ള പണിയൊന്നുമല്ല. ചെറുചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഈ മാങ്ങ ഒരു 5-10 മിനിറ്റ് മുക്കി വയ്ക്കുക. അതിനുശേഷം ഉണങ്ങിയ തുണി കൊണ്ട് അതൊന്ന് തുടച്ചെടുക്കുക. ഒട്ടും വെള്ളം നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾക്കത് തുടച്ചെടുക്കാനായിട്ട്. കഴുകി തുടച്ച് വന്നപ്പോൾ മാങ്ങ നല്ല സുന്ദരിക്കുട്ടിയായി. പിന്നെ കുറച്ചധികം ന്യൂസ് പേപ്പർ ആവശ്യമാണ്. ഈ മാങ്ങ ഓരോന്നായിട്ട് നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞാണ് പഴുക്കാൻ വേണ്ടി വയ്ക്കുന്നത്. കുറച്ചധികം മാങ്ങയുണ്ടെങ്കിൽ തീർച്ചയായും ഒരാളെ സഹായത്തിന് വിളിക്കുന്നത് വളരെ നല്ലതായിരിക്കും, അതും ഈ ചൂടുള്ള സമയത്ത്. എന്നെപ്പോലെ ന്യൂസ് പേപ്പർ ഒട്ടും പിശിക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യണ രീതിയിലായിരിക്കണം പൊതിഞ്ഞെടുക്കേണ്ടത്. ഇനി 3 ദിവസം പഴുക്കാൻ വേണ്ടി വയ്ക്കണം. ഇന്നാണ് അൺബോക്സിങ് ഡേ. ഇത് സത്യം പറഞ്ഞാൽ മാങ്ങ പൊതിഞ്ഞ് വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൽ നിന്നൊരു മാങ്ങ എടുത്ത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഈ പ്രോസസ്സ് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് എനിക്കും അറിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ പഴുത്തും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുഴുവോ കേടുപാടോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇനി ഇതേപോലെ മാവൊക്കെ ഉള്ളവരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും സക്സസ് ആവും.